ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടി. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണറുടെ നാമനിർദ്ദേശം കോടതി റദ്ദാക്കി. സർക്കാർ നൽകിയ പട്ടിക തഴഞ്ഞ് സംഘപരിവാർ അനുകൂലികളെ നിയമിച്ച നടപടിയാണ് റദ്ദാക്കിയത്. കേരള സർവകലാശാല സെനറ്റിലേക്ക് സർവകലാശാല രജിസ്ട്രാർ നൽകിയ പട്ടിക തഴഞ്ഞ് ഇഷ്ടക്കാരെ നിയമിച്ച ഗവർണറുടെ നടപടിയാണ് കോടതി റദ്ദാക്കിയത്. ഒഴിവാക്കപ്പെട്ട 4 വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജികൾ പരിഗണിച്ചാണ് സിംഗിൾ ബെഞ്ചിൻ്റെ നടപടി. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകാനും കോടതി ഉത്തരവിട്ടു. സർക്കാർ നോമിനേറ്റ് ചെയ്ത 2 പേരുടെ നിയമനം ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. ഹ്യൂമാനിറ്റീസ്, സയൻസ്, കലാകായിക മേഖലകൾ എന്നീ മേഖലകളിൽ നിന്നുള്ള 4 പേരുടെ നിയമനമാണ് കോടതി കയറിയത്. ഹ്യൂമാനിറ്റീസിലും സയൻസിലും സർക്കാർ നിർദ്ദേശിച്ച 2 റാങ്ക് ജേതാക്കളെ തഴഞ്ഞ് 2 ABVP പ്രവർത്തകരെ ഗവർണർ നിയമിക്കുകയായിരുന്നു. കലാവിഭാഗത്തിൽ കലാപ്രതിഭയെ തഴഞ്ഞ് പകരം ഒരു ഇനത്തിൽ മാത്രം മത്സരിച്ച വിദ്യാർത്ഥിയെ നിയമിച്ചു. കായിക വിഭാഗത്തിൽ വെങ്കല മെഡൽ ജേതാവിനെ ഒഴിവാക്കി കായിക മേഖലയുമായി ബന്ധമില്ലാത്തയാൾക്ക് ഇടം നൽകി. ഇത് സർവകലാശാലാ ചട്ടങ്ങൾക്ക് വിരുദ്ധവും ഏകപക്ഷീയവുമാണെന്നായിരുന്നു ഹർജിക്കാരായ വിദ്യാർത്ഥികളുടെ വാദം. മുൻപ് ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ നടപടി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു. തുടർന്നാണ് വിശദമായ വാദം കേട്ട് അന്തിമ ഉത്തരവ് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചത്. ഗവർണറുടെ നടപടി സർവകലാശാലാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതുൾപ്പെടെ ഹർജിക്കാരുടെ എല്ലാ വാദങ്ങളും കോടതി അംഗീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടെ ഹൈക്കോടതിയിൽ നിന്നും സർവകലാശാല വിഷയത്തിൽ മാത്രം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ലഭിക്കുന്ന 10ാമത്തെ തിരിച്ചടിയാണിത്. എല്ലാ കേസുകളിലും ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് കണ്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.